ഫിയർ ഓഫ് ഇന്റിമസി എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇങ്ങനെയുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്താ പേടി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫിയർ ഓഫ് ഇന്റിമസി എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇന്റിമസിനെ പേടിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ചില ആൾക്കാർക്ക് ഇപ്പം യൂഷ്വലി ഒരു ഗ്യാമഫോബിയ, അതായത് കല്യാണം കഴിക്കാൻ പേടി ആണ് യങ് ജനറേഷനിൽ കൂടുതൽ ആൾക്കാർക്ക് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതലായിട്ടും കാണുന്നതാണ് ഈ ഫിയർ ഓഫ് ഇന്റിമസി അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെ കൊണ്ടാണ് ഈ ഒരു ഇന്റിമസി പേടി വരുന്നത്? ഇപ്പോൾ മേ ബി എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള പേടികളുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ എന്നെ ബോഡീനെ പറ്റി എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ ഇന്റിമസി പേടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. അതായത് റെസ്പോൺസിബിലിറ്റീസ് എടുക്കണ്ട, ഞാനിപ്പം അടിപൊളിയായിട്ട് തന്നെ സ്വന്തം ഏൺ ചെയ്ത് പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വേറെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയിട്ട് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്റിമസി പേടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഫിസിക്കൽ ഇന്റിമസി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള പേടികളുണ്ടോ, ലാക്ക് ഓഫ് നോളജ് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ അതിപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലേ അല്ലെങ്കിൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ഫിയർ ഓഫ് ഇന്റിമസിയെ പറ്റിയിട്ട് പറയാനുള്ളത്. വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമുക്ക് കഴിഞ്ഞ തവണ അനോണിമസ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ ക്വസ്റ്റ്യനാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. ഇഫ് വി ഹാവ് ടു ഡൈ വൺ ഡേ ദെൻ വൈ വി ആർ ബോൺ? ഞാനൊരു ഓവർ തിങ്കർ ആണോ? ഐ ആം വെരി മച്ച് ക്യൂരിയസ് അബൌട്ട് ലൈഫ്. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും എനിക്ക് ഭ്രാന്താണെന്ന്. ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് മൈസെൽഫ് ഫ്രം എ സൈക്കോളജിസ്റ്റ്. അതായത് ഒരു തവണ മരിക്കാനുള്ളതല്ലേ, പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ് ആയിട്ടുള്ള തോട്ടാണത്. പൊതുവേ ഡിപ്രഷനുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും, എന്തെങ്കിലും മൂഡ് ഡിസോർഡർ ഉള്ള ആളുകളിലാണ് കൂടുതലായിട്ട് ഇത് കാണാറ്. ഈയിടെ എനിക്ക് വന്നൊരു ക്ലയൻറ്റ് ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. ആള് ഡിസ്തൈമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുള്ള ഒരാളാണ്. അതായത് കുറച്ച് ലോങ് ഡ്യൂറേഷനിൽ ഡിപ്രഷൻ, മൈൽഡ് ഡിപ്രഷൻ കണ്ടിന്യൂ ആയി പോകുന്നതിനെയാണ് നമ്മൾ ഡിസ്തൈമിയ എന്ന് പറയാം. അപ്പം ഈ ഒരു പേഴ്സണ് ഏകദേശം ഒരു 15-14 വയസ്സായപ്പോൾ തൊട്ടേ ഈ ഒരു സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ഏകദേശം 25-26 വയസ്സായി. അപ്പോൾ 10 വർഷത്തോളമായിട്ട് ഡിസ്തൈമിയ പോകുന്ന ഈ ഒരാൾക്ക് ഹോപ്പ്ലെസ്നെസ് ഫീലാണ്. എന്തിനാണ് ജീവിക്കുന്നത്, എന്തായാലും ഒരു സമയം മരിക്കും, അപ്പം വി ജസ്റ്റ് ഹാവ് ടു സർവൈവ് എന്നുള്ളൊരു സാധനമേ ഉള്ളൂ. അതായത് ഓരോ ദിവസവും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിലേക്ക് തിങ്ക് ചെയ്യുന്നില്ല. അപ്പം അവർ കുറച്ചുകൂടി ഒരു എക്സിസ്റ്റൻഷ്യലിസം സാധനങ്ങൾ, അതായത് എന്തിനാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. അപ്പം നമ്മൾക്ക് തന്നെ നമ്മളുടെ വില്ലുകൊണ്ട് കൂടിയിട്ട് ഈ ഒരു എക്സിസ്റ്റ് ചെയ്യാം, അതിന് നമ്മൾ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് എക്സിസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലും അത് ആലോചിക്കാവുന്നതാണ്. ഇതേപോലെ വേറൊരു ക്ലയൻറ്റ് വന്നത്, ആള് ഒരു ഫ്രീലാൻസ് ആയിട്ട് IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആൾക്ക് നല്ല ഏണിങ് കിട്ടുന്നുണ്ട്. അതായത് അമേരിക്കൻ കമ്പനീൻ്റെ പ്രൊജക്ട്സ് വരുന്ന സമയത്ത് മാത്രമേ ആൾക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 1 hour 2 hour വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൾക്ക് എമൗണ്ടിൽ ആൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഏൺ ചെയ്ത ക്യാഷ് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ആൾക്ക് അറിയില്ല. ആളെൻ്റെ അടുത്ത് വന്നിട്ട് ഈ വിഷമം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കാശ് ഇഷ്ടമില്ല, വീടുണ്ടാക്കാൻ ഇഷ്ടമില്ല, ലക്ഷറി സാധനങ്ങളൊന്നും ഇഷ്ടമില്ല, ഒന്നിനോടൊരു താല്പര്യമില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഈ ക്യാഷ് ഏൺ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം. എന്നിട്ട് ആൾ തന്നെ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 20 ലക്ഷത്തിൻ്റെ ലോൺ എടുത്തു. എന്നിട്ട് ഈ 20 ലക്ഷം ആർക്കോ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഈ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് ആളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മോട്ടിവേഷൻസ് ആണ് വർക്ക് ചെയ്യാൻ വേണ്ടി. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പം നമ്മൾ പെർസീവ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ലൈഫ്. ഇപ്പം നല്ലതാക്കി പോകണം, അല്ലെങ്കിൽ ഇതൊക്കെ അടിപൊളിയായിട്ട് മരിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് മരിക്കാം. അതല്ല ഇങ്ങനെ തന്നെ ജീവിച്ച് മരിക്കാമെന്നാണെങ്കിൽ അങ്ങനെയും മരിക്കാം. അതേപോലെ ഇപ്പോൾ ഡിപ്രഷനുള്ള ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും നെഗറ്റീവ് തോട്ട്സ് ഇപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. പക്ഷേ ഈ ഡിപ്രഷൻ വരുമ്പം മെയിൻലി അവരൊരു 3 ഏരിയാസിൽ അവർ ഫോക്കസ് ചെയ്യുക. ഞാനേ നെഗറ്റീവാണ്, ബാക്കിയുള്ളവരും ഒരു നെഗറ്റിവിറ്റിയാണ്, എന്നാൽ വേൾഡും നെഗറ്റീവാണ്. ഈ ഒരു കൊഗ്നിറ്റീവ് ട്രയാഡിൽ ഇവരിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ആ ലൂപ്പിൽ നിന്ന് അവർക്ക് ഇറങ്ങാൻ പറ്റാത്തത്. എന്തിനാ ഇപ്പം ഇങ്ങനെ ജീവിച്ചിട്ട്, ലോകത്ത് ഇപ്പം എന്താ ഉള്ളത്, ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ, ആർക്ക് വേണ്ടി ജീവിക്കുക. ഓക്കെ, അതിപ്പോൾ പല റീസൺസ് ആയിട്ട് ആൾക്കാർക്ക് വരാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൻ്റെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പേഴ്സൺ ലവ്ഡ് വൺ മരിച്ചതിൻ്റെയോ, അങ്ങനെ പല റീസൺസ് ആയിട്ട് പല ആൾക്കാർക്ക് വരാറുണ്ട്. അപ്പോൾ ആ ലൈഫിനോടുള്ളൊരു അപ്രോച്ച്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ആണ് നമ്മൾ മാറ്റിക്കൊണ്ടുവരേണ്ടത്. ഇപ്പൊ ഞാൻ ആരാ പറഞ്ഞെന്നറിയില്ല, ഏതോ മഹാനായിട്ടുള്ള ഒരാൾ പറഞ്ഞാണ്, നമ്മൾ ജീവിച്ച് മരിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും മരിക്കും, വളരെ ശരിയാണ്. പക്ഷെ നമ്മൾ മരിക്കുമ്പോഴത്തേക്ക് പിന്നെ ആളുകൾക്ക് നമ്മളെ ഓർത്തിരിക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും ഈ ഭൂമിയിൽ
ആയിരിക്കുന്നിടത്തോളം കാലം ചെയ്തിട്ട് മരിക്കുക എന്നുള്ളൊരു സംഭവം. അപ്പൊ അത് വേണമെങ്കിൽ ഒരു മോട്ടിവേഷനായിട്ട് എൻ്റെ ചെറിയൊരു സാധനം. അപ്പോൾ പിന്നെ വേറെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഞാൻ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് മൊത്തം 5 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, എന്നിട്ടും ഞാൻ ഹാപ്പി അല്ലാത്തത് എന്തുകൊണ്ടാണ്? ഓക്കെ, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ആണ്. 5 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ട്സ് ആണോ അതോ ഒരു ടൈം പാസിന് അല്ല, ഇങ്ങനത്തെ കേസ് ഇഷ്ടം പോലെ വരാറുണ്ട്. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്, ഒരു പാർട്ട്ണറിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സാധനം വേറൊരാളുടെ പാർട്ട്ണറിൽ നിന്നായിരിക്കും കിട്ടുക. അങ്ങനെ കുറേ പാർട്ട്ണറിന് കീപ്പ് ചെയ്യുന്ന ഒരുപാട് പേര് കാണാറുണ്ട്. നമ്മൾ പൊതുവേ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരിലൊക്കെയാണ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കൂടുതലായിട്ടും കാണാറുള്ളത്. അത് എല്ലാ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരും BPD-കാരാണെന്നല്ല കേട്ടോ, പക്ഷെ കൂടുതലായിട്ടും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരിലാണ് കാണാറ്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ഇമോഷൻസ് ചിലപ്പം കൺട്രോൾ ചെയ്യാനും ഡീൽ ചെയ്യാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പാർട്ട്ണറിൻ്റെ ഹെൽപ്പോടുകൂടെ അവർ കുറച്ച് ഈസി ആയിട്ട് ആ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകുമെന്നുള്ളൊരു പേടി ഓവർകം ചെയ്യാനും ഒക്കെ ആയിരിക്കാം ഈ ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സണിന് കിട്ടാത്ത സാധനങ്ങൾ ചിലപ്പം അത് അതർ പേഴ്സണിന് കിട്ടുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെയും കാരണം അതെ. അതേപോലെ ഇപ്പം ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്നിൽ ഫിക്സ്ഡ് ആവില്ല. അതിനെക്കാട്ടും ബെറ്റർ മറ്റേതാണെങ്കിലോ വിചാരിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക പല റിലേഷൻഷിപ്പിലേക്കും പോകാറുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുമ്പം ആക്ച്വലി അവർ ഹാപ്പി അല്ല, അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എനിക്ക് അറിയില്ല എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പൊ അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവരെ തന്നെ മനസ്സിലാക്കിപ്പിക്കണം. അപ്പൊ നമ്മളിപ്പോൾ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ അവർ ചോദിക്കും ഞാൻ ആരതിൽ പോകണം, റിലേഷൻഷിപ്പ് ഞാൻ സസ്റ്റെയിൻ ചെയ്യണം, ഞാൻ ബ്രേക്കപ്പ് ആക്കണം എന്നൊക്കെ ചോദിക്കും. അവർ അത് ഒരിക്കലും നമ്മളെ ഡിസിഷൻ അല്ല. ഓക്കെ, ആ ഇൻഡിവിജ്വൽ തന്നെ എടുക്കേണ്ട ഡിസിഷനാണ്. അപ്പം ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ BPD കേസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ പറയില്ലേ എല്ലാവർക്കും ഇപ്പൊ സ്നേഹം കൊടുക്കാനുള്ളതെന്നൊക്കെ പറയുന്ന പോലെ അപ്പം അവർക്കത് കൺട്രോൾ അതവർക്ക് എന്താ പറ്റില്ല, ഒരാളിലേക്ക് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഒരാളോട് നോ പറയാൻ പറ്റാണ്ട് റിലേഷൻഷിപ്പിലായി ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാ ഓരോട് നോ പറയാം, അവർക്ക് സങ്കടം ആവില്ലേ, അവരൊരു തിങ്കിങ് പാറ്റേണേ അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ ആ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ എന്താക്കും തെറാപ്പി മെയിൻലി ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, പ്രോബ്ലം സോൾവിൽ ഇനി ചെറിയൊരു ബ്രേക്ക്.